കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മണൽ കടത്തിന് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കെ തന്നെ കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മണൽ മാഫിയകൾ പിടിമുറുക്കി. കണ്ണൂരിൽ നിന്നും കാസർകോട്ടേക്ക് മണൽ കടത്തുകയാണെന്നാണ് റിപ്പോർട്ട്. ഒരു ലോഡ് മണലിന് 15,000 രൂപയിൽ നിന്ന് 8,000 കുറഞ്ഞതായും മണൽ കടത്തുകാർ പറയുന്നു. പണിമുടക്കി സമരം ചെയ്ത തൊഴിലാളികളുടെയും അണിയറയിൽ ചരട് വലിച്ച മണൽ മാഫിയകളുടെയും സമ്മർദ്ദ തന്ത്രങ്ങൾ ഫലിച്ചു. നിരോധന ഉത്തരവുമായി ഏതാനും ദിവസം വഴിമുടക്കി നിന്ന പഞ്ചായത്ത് അധികൃതർ മൗനാനുവാദം നൽകിയതോടെ അഞ്ചരക്കണ്ടി പുഴയിൽ മേലൂർ ഭാഗത്തെ മണൽ കടവുകൾ വീണ്ടും സജീവമായി. സമരം നിർത്തി തൊഴിലാളികൾ മണലെടുപ്പ് തുടങ്ങിയതോടെ തിങ്കളാഴ്ച അതികാലത്ത് മുതൽ പൂടി നിറച്ച 20ഓളം ലോറികൾ മേലൂരിൽ നിന്നും ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നീങ്ങി. അനധികൃതമാണെന്ന് അറിവുണ്ടായിട്ടും യാത്രാ വഴിയിൽ പോലീസോ പഞ്ചായത്ത് റവന്യൂ ഉദ്യോഗസ്ഥരോ ഇവയെ തടഞ്ഞില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ നിരോധനം ധർമ്മടത്ത് കാറ്റിൽ പറന്നതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന് മേലൂരിലെ ജനകീയ പ്രതിരോധ സമിതി പ്രവർത്തകർ പറഞ്ഞു. ഈ അംഗീകാരമില്ലാത്ത കടവൊന്നും ഇതുപോലെ തന്നെ കൊണ്ടുപോകണം. അപ്പം ഇക്കാര്യത്തിൽ വഴിയോരത്ത് മേലൂർ മുതൽ അമ്പടം വരെയുള്ള ധാരാളം വീടുകൾ, നൂറുകണക്കിന് വീടുകൾ വീണ്ടു പോകുന്നതാണ്. അപ്പോൾ ഇതിന് ഈ വീണ്ടു പോകുന്ന കാര്യങ്ങളിൽ അവരോട് പറഞ്ഞപ്പോൾ കുറേ അകലപ്പോയി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരതൊന്നും ചെയ്യാറില്ല. ഈ മതിലിൻ്റെ നേരെ താഴെ തന്നെ വലിയ കുഴി, 2 ആഴത്തിലുള്ള കുഴിയുണ്ടാക്കുക. ആ കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് പോവുകയുള്ളൂ. അടുത്തുള്ള മതിലെല്ലാം ഇട്ടിട്ട് കൊടുക്കുക, അടുത്തുള്ള വീടെല്ലാം വിട്ടു വളർന്ന് കിടക്കുക. ഇങ്ങനെയുള്ള ധാരാളം രോഗ നടപടികൾ നടക്കുക. ഇക്കാര്യത്തിൽ കലക്ടർ എടുത്ത തീരുമാനത്തിന് ലഭിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അവർ ചില മുതലാളിമാരൊക്കെ കളവായിട്ട് കുഴി എടുത്തിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു നിലപാടുണ്ട്. ഇതിൽ പോലീസും ആ കാര്യത്തിൽ വേണ്ടതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കലക്ടർ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇവർ ചെയ്യുന്നത്. അപ്പം കലക്ടർ എടുത്ത് ആ നിലപാടിൽ കൂടി പോവുകയാണെങ്കിൽ കുറച്ച് ഈ 400 ലോഡ് എടുക്കുന്നത് അതൊരു 100 മാറും. കുറച്ചുകൂടി സമാധാനം ധർമ്മടം പ്രദേശത്തുള്ള ആൾക്ക് കുറച്ചുകൂടി സമാധാനം ഉണ്ടാവും. ഈ ധർമ്മടം പ്രദേശം, ധർമ്മടം മുതൽ മേലൂർ വരെയുള്ള പ്രദേശം മുഴുവൻ ഭൂമിയും താണുതാണ് വരിക. ധർമ്മടത്ത് 3ഉം മേലൂരിൽ 5ഉം പാലിയാട് എസ്റ്റേറ്റിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 2 പാസുകളാണ് പൂഴിക്കാർക്കായി പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത്. 10 പാസിന്റെ മറവിൽ 50 ലോറികളിലായി ഇവിടെ നിന്നും അമിതവില ഈടാക്കി പൂഴി കടത്തിവരികയാണ്. 60ഓളം തൊഴിലാളികൾ 50ഓളം ഫൈബർ തോണികൾ ഇറക്കി രാപ്പകൽ അഞ്ചരക്കണ്ടി പുഴ കിളച്ചുകോരി മണലൂറ്റുന്നുമുണ്ട്. തൊഴിലാളികളിൽ പലരും മറ്റു മേഖലകളിൽ കൂടി ജോലി ചെയ്യുന്നവരും സാമ്പത്തികമായി ഉന്നത നിലയിലുള്ളവരുമാണെന്ന് പ്രതിരോധ സമിതി ചൂണ്ടിക്കാട്ടുന്നു. 10-25ഓളം തോണികൾ പല ഭാഗത്തിനും വന്നിട്ട് നമ്മുടെ ഏട്ടൻ്റെ വീട് തുറക്കുന്നു. അന്നേരമാണ് മനസ്സിലാക്കുന്നത് ഇവർ കൂലിയെടുക്കുന്നതുകൊണ്ട് നമ്മുടെ മുഖം ഇടിഞ്ഞു പോവുക, നമ്മുടെ വീട് തുറന്നു പോവുക. അതെല്ലാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരോട് നമ്മൾ വളരെ ദയവോടുകൂടി ഇത് പറഞ്ഞ് കുറച്ച് ദൂരെ പോയി നിങ്ങൾ കൂലിയെടുക്കാൻ ഇവർ കൂട്ടാക്കിയില്ല. അങ്ങനെയാണ് നമ്മൾ പുഴയോര സംരക്ഷണ സമിതി ഉണ്ടാക്കി കുറേ ആളെ പെറ്റീഷൻ ഉണ്ടാക്കി കളക്ടർ, പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, MP-മാർക്ക്, MLA-മാർക്ക്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും, എല്ലാ ചാനലിലും നമ്മൾ വിരലിലെണ്ണാവുന്ന യഥാർത്ഥ തൊഴിലാളികൾ ഇവരുടെ ചൂഷണത്തിന് വിധേയരാവുകയാണ്. അഞ്ചരക്കണ്ടി പുഴയുടെ കൈവഴികളിൽ നിന്നും പ്രകൃതി സമ്പത്ത് ചൂഷണം ചെയ്യുന്നവരെ നിലക്ക് നിർത്തണമെന്നാണ് ജനകീയ പ്രതിരോധ സമിതി ആവശ്യപ്പെടുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരുമായി ഒത്തുചേർന്ന് പ്രക്ഷോഭം ആരംഭിക്കാനുള്ള ശ്രമവും ജനകീയ പ്രതിരോധ സമിതി ആരംഭിച്ചിട്ടുണ്ട്.